ടെൻഷനായി. ഇനി വീട്ടിൽ തുടക്കണം എന്ന് ആലോചിച്ചിട്ട് ഞാൻ ആരും ടെൻഷൻ ആവണ്ട. അതിനൊരു ഈസി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത്. അഗാറോൻ്റെ റീജൻസി ഇലക്ട്രിക് സ്പിൻ മോപ്പ്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ ഒരു മെയിൻ യൂണിറ്റും വാട്ടർ മെഷറിംഗ് കപ്പും പിന്നെ 4 ഫാബ്രിക് പാഡ് വർക്ക് ചെയ്യണത്. അതുപോലെ തന്നെ ഇതിൽ 175 മില്ലി വാട്ടർ കപ്പ്. ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ആഷി ഐസ വ്ളോഗ്സ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണേ. അപ്പോൾ ഇത് ഞങ്ങളെ ഇൻട്രോ കാണുമ്പോൾ പുതിയ മുഖങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ വീഡിയോ ചാനലിൽ തന്നെ ഒരു പറഞ്ഞോ. അതെ, അപ്പം ഞങ്ങള് എല്ലാരും തമ്പനയിൽ കണ്ട പോലെ തന്നെ ഫദ്ലുവിന് ഞങ്ങളെല്ലാരും പണി കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി എന്തായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. നമ്മളെ വീഡിയോയിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അടിപൊളി പ്രാങ്ക് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നടത്തുന്നതാണ്. കാരണം ഇത് സക്സസ് ആയി നിങ്ങൾക്ക് അടിപൊളി റിയാക്ഷൻ നിങ്ങൾക്ക് കാണാം. അത് ഗ്യാരണ്ടി ആണ്. കാരണം കുറച്ച് റിസ്കും കാര്യങ്ങളും ഉണ്ട്. കരയിപ്പിക്കും, അതാണ് ഞങ്ങൾ ടാസ്ക്. വീഡിയോ എന്താണെന്ന് വെച്ചാല് ഫദ്ലുവിന്റെ സ്കൂട്ടി ഉണ്ടല്ലോ, അത് കള്ളം കൊണ്ടുപോയി അറിയാണ്. കള്ളനല്ല, ഞങ്ങള് എന്താ പ്ലാനും കാര്യങ്ങളൊക്കെ കാണുമ്പോ മനസ്സിലാവും. ആഷി ഫദ്ലുവിനെയും കൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ പോകും. അപ്പം എന്താ ഇവന് സ്കൂട്ടി എടുത്ത് പ്ലാൻ. പച്ച ഷർട്ട് ഇട്ടോ നബീല് ഓനെ നോക്കിക്കോളി. വണ്ടിയിലുണ്ടാവും നോർമലി. ക്യാമറമാര് വേണം. ഇതെടുത്തുകൊണ്ട് ഞങ്ങൾ 1 വീക്കിൽ തന്നെ ഞാൻ ഈ പ്ലാൻ എന്നോ വിചാരിച്ചതിന്. പക്ഷെ നമുക്ക് സമയം സാഹചര്യം എപ്പോഴാണ് കിട്ടിയ നമുക്ക്. കാരണം ഇതിന് അങ്ങനെ ആൾക്കാരും കാര്യങ്ങളൊക്കെ വേണം. ഇതിൽ വേറൊരു വണ്ടി, കാരണം ഈ ഒരു വണ്ടി ഫദ്ലുവിന് അറിയില്ല, ഇതിന്റെ ഫ്രണ്ടിന്റെ ആണ്. അപ്പൊ ഈ വണ്ടി ഒന്ന് കണ്ടിട്ട് തന്നെ അല്ല. അപ്പൊ ഞങ്ങള് ഇതിലല്ലേ ഈ വണ്ടിയില് ഇവര് രണ്ടാളാ വണ്ടി. എന്നിട്ട് ഇവൻ പിന്നെ എടുത്തുകൊണ്ട് പോകും. ഞാൻ ഇവരും വേറെ വണ്ടിയിൽ കാറിൽ പോകും. ഞങ്ങൾ ഇൻട്രോ എടുക്കാൻ വീട്ടിൽ നിന്ന് മാറി നിന്നതാണ്. കാരണം സക്സസ് ആവാനല്ലേ, അറിയില്ല. നടന്നാലും ഇല്ലെങ്കിലും ഞങ്ങള് വീഡിയോ പോസ്റ്റ് ആക്കിയിരിക്കും. മിനിമം ഗ്യാരണ്ടി. അപ്പൊ അതിലായോണ്ട് ഏറെക്കുറെ എന്താ പ്രാങ്കും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും പണ്ട് മുതലേ വീഡിയോ എടുക്കണോണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒറ്റൊരു ഗ്യാരണ്ടി എന്താ വെച്ചാൽ അവന്റെ സ്കൂട്ടി ഇറങ്ങി. അതെ, അവന്റെ സ്കൂട്ടി കൊടുക്കുമ്പോ ഇഷ്ടങ്ങള് കണ്ടിട്ടുണ്ടാവും. ഇവരൊക്കെ കണ്ടതാണ്. ജീവനാണ്. അത് പോയാൽ ചിലപ്പോ സീരിയസ് ആവും. അതാണ് ഞാൻ തൊട്ടാ വിട്ടു. അവന്റെ സ്കൂട്ടി വേറെ ഒരാൾ എടുക്കണോ എനിക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെ രാത്രി തുടച്ചുങ്ങാണ്ട് മാന്തിങ്ങാണ്ട് ഒക്കെ നിക്കാണ്. അപ്പൊ ആ ഒരു സാധനം പോയി കാണുമ്പോ എല്ലാ റിയാക്ഷൻ മാക്സിമം നമുക്ക് കഴിയുന്നിടത്തോളം കാര്യം അവനെ കരയിപ്പിക്കാൻ നോക്കില്ലേ. കരയിപ്പിക്കേണ്ട ആവശ്യമില്ല, സക്സസ് ആയ കരയിപ്പിക്കല്ലേ, നമ്മളൊരു പണി കൊടുക്കാം. ഓക്കെ, എന്താ അവന്റെ റിയാക്ഷൻ എന്താ നോക്കൊക്കെ കാണാം. നമ്മള് ലാഗ് ആക്കണില്ല. അപ്പൊ ഇനി ആഷിന്റെ സൈഡത്തെ ഷൂട്ട് ആഷിയും ഇവനൊക്കെ എടുക്കും. പിന്നെ ഇന്റെ ഭാഗം ഞാന് അങ്ങനെ ഒക്കെ പാടെ എന്തൊക്കെയുണ്ട് നടക്കല്ലേ നോക്കാം. ഷോർട്ട് ഉണ്ട്. ഇവനാണ് മെയിൻ കള്ളൻ. വെട്ട് രണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷം അവിടുന്ന് കാണാം. ഇനി വീട്ടിൽ തുടക്കണം എന്ന് ആലോചിച്ചിട്ട് ഞാൻ ആരും ടെൻഷൻ ആവണ്ട. അതിനൊരു ഈസി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത്. അഗാറോൻ്റെ റീജൻസി ഇലക്ട്രിക് സ്പിൻ മോപ്പ്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ ഒരു മെയിൻ യൂണിറ്റും വാട്ടർ മെഷറിംഗ് കപ്പും പിന്നെ 4 ഫാബ്രിക് പാഡ്സും. അപ്പോൾ 2 മോപ്സ് പാഡ് എന്തിനൊക്കെ വരുന്നത് വെച്ചാൽ ഒന്ന് നമുക്ക് തുടക്കാൻ, അതുപോലെ തന്നെ ഒന്ന് നമുക്ക് ഉണക്കാനാണ്. ഇത് 150 RPM സ്പീഡിലാട്ടോ ഇത് വർക്ക് ചെയ്യണത്. അതുപോലെ തന്നെ ഇതിൽ 175 മില്ലി വാട്ടർ കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ 180 ഡിഗ്രി വരെ സ്വൈവൽ ലാൻഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഈസിയായി നമുക്ക് തുടക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റൻഷൻ റോഡും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസിയായി തന്നെ നമുക്കിത് തുടക്കാനൊക്കെ നമുക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. ഇത് സെറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ. ഈ 2 വയറൊന്ന് നമുക്ക് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം സ്പ്ലാഷ് ചെയ്യുന്ന ഒരു സ്വിച്ച് ഉണ്ട്, അത് നമുക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് തുടക്കുമ്പോൾ ഒക്കെ നമുക്ക് അതിൽ തന്നെ നമുക്ക് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാം നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ 4 മണിക്കൂർ ചാർജ് ചെയ്ത് നമുക്കൊരു 50 മിനിറ്റ് വരെ നമുക്കിത് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യാം. നമ്മൾ ഈ ഒരു ടാങ്കിൽ ആറോ അല്ലെങ്കിൽ റീഫിൽഡ് വാട്ടർ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഡിറ്റർജൻറ്റ് ലിക്വിഡ് പോലത്തെ കാര്യങ്ങളൊന്നും ഇതിൽ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോറിൽ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് മോപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എത്ര സിമ്പിളായിട്ട് നമുക്കിത് തുടക്കാൻ പറ്റണമെന്ന്. ലാമിനേറ്റ് ഫ്ലോർ, മാർബിൾ ഫ്ലോർ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്കിത് തുടക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ലൈറ്റ് ഇല്ലോണ്ട് തന്നെ നമുക്ക് നൈറ്റ് ആയാലും പ്രശ്നമില്ല, നമുക്ക് ഇതിൽ തുടക്കാനൊക്കെ നമുക്ക് ഭയങ്കര ഉപകാരം. ഇതിൽ 4 പാഡാണ്. 2 നമുക്കിത് ക്ലീൻ ചെയ്യാനും മറ്റേ 2 നമുക്കിത് ഫ്ലോർ നമുക്ക് ഡ്രൈ ചെയ്യാനും. അപ്പോൾ നമുക്ക് ഇനി ഉണക്കാനുള്ള പാഡ് നമുക്ക് മാറ്റിയിടാം കേട്ടോ. അപ്പോൾ ഇത് എത്ര സിമ്പിളായിട്ട് നമുക്കിത് തുടക്കാനും ഉണക്കാനൊക്കെ പറ്റണതല്ലേ.
അപ്പോൾ ഇതൊരു സ്ക്രബ്ബർ അല്ല കേട്ടോ, ഇത് നമുക്ക് വീടിൻ്റെ ഉള്ളിലും ഫ്ലോറും കാര്യങ്ങളൊക്കെ ഈസി ആയി തുടക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്ത് ആമസോൺ എന്നാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യാം. ഒരതാ പോണ് ഞാനും ഹർഷാദുദാ നടന്നു പോവാണ്. വണ്ടി പെരയിൽ പ്ലാന്റ് ഫുള്ള് എന്താവുന്നൊന്നും അറിയില്ല ഗൈസ്. സക്സസ് ആയ പൊളി വീഡിയോ ആയിരിക്കും, റിയാക്ഷൻ വീഡിയോ. ഫാദിലോ ഒന്ന് വന്ന ഒരു വീഡിയോ എടുക്കാണ്ട് ഒന്ന് വാ ഗൈസ്. ഞാനൊന്ന് വീഡിയോ എടുക്കാണ്ട് കേട്ടോ കൊണ്ടാണ്. ആർക്കും ഒരു ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിക്ക് ഇവിടുന്ന് നല്ല പോണ്. കുറച്ചൊരു അപ്പുറത്ത് നമ്മൾ വീഡിയോ എടുക്കണ ഒരു കട വീഡിയോ എടുക്കണം. അപ്പോൾ കൊടുക്കണം ഞാൻ അവനെ കൊണ്ടുവന്നു. ഇവിടെ കളിച്ചിട്ടുണ്ട് കേട്ടോ, കാണുന്നുണ്ടാവില്ല. അതാ ഇവിടെ കളിക്കുന്നുണ്ട്. കാരണം ഈ പ്രാങ്കും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ നമുക്ക് ക്യാമറ പക്ക ക്വാളിറ്റിയിലും നല്ല രീതിയിലൊന്നും എടുക്കാൻ പറ്റൂല. അപ്പം നമ്മൾ മാക്സിമം നമുക്ക് നോക്കാം. അവനെ വിളിക്കട്ടോ ഫാദിലോ. കൊണ്ട് ഞങ്ങൾ വണ്ടി അടിപ്പിച്ചു കേട്ടോ. ഇജ് വരിയോ അല്ലെങ്കിൽ ഞാൻ എന്നെ ആക്കതിയില്ലേ നെജ് മുന്നിലിടന്നോ മെല്ലെ. ചെക്കൻ പോയി. ആവേശമൊക്കെ നമ്മൾ മാറ്റി കൊടുക്കും ഗൈസ്. ഇവിടെ ഉണ്ട് കേട്ടോ, ഞങ്ങൾ പോയരാ ചെക്കന് റൂട്ടിൽ ഞങ്ങൾ അങ്ങനെ ഇറക്കാനൊന്നും അയക്കൂല. അപ്പൊ ഇന്ന് ഞാൻ നൈസായിട്ട് നമ്പർ ഇറക്കി. അപ്പൊ എനിക്ക് ഭയങ്കര മാമക്ക് പേടി എന്താ വെച്ചാൽ അവന്റെ വണ്ടി എന്തെങ്കിലായ ഭയങ്കര ടാസ്ക് സീന. ചെറിയ കുട്ടികളും കൂടിയാണ്. നോക്കാം നിർത്തിയതാ പോലെ. ഈ വീഡിയോ ചിലപ്പോ ലെങ്ത് ഒക്കെ കുറെ ഉണ്ടാവും, ചിലപ്പോ പറയാൻ പറ്റൂല. നമ്മളെങ്ങനെയൊക്കെ ക്യാമറ വെക്കണതില്ലേ, 3-4 ആൾക്കാരൊക്കെ ക്യാമറ വെച്ച് കണ്ടിട്ട് എടുക്കണത്. ഗൈസ് നിങ്ങൾ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു ഇതാരാന്ന്. ഗൈസ് ദർശാനെ മറ്റേ ലാസ്റ്റത്തെ ഇതിൽ ചോദിച്ചിരുന്നു ദേത ചെക്കൻ. ഓ മെറൂൺ കളർ ഗൈസ്. ഹർഷ നമ്മളെ വീഡിയോയിലൊക്കെ ഉണ്ട്, നമ്മളെ ഷോർട്ട് വീഡിയോ. ഇനി കുറെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇനിയും കാണാം വീഡിയോസൊക്കെ. അപ്പം ഞങ്ങള് ഇതാ ഈ കാറിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവും. നമ്മളെ UK മച്ചാൻ്റെ കാറിലാണ്. കാണിച്ചു കൊടുത്തടാ, ഓനെ കിട്ടും. അപ്പം എന്താ ഞങ്ങള് ഇവിടുന്ന് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഓല് എത്തണതിൻ്റെ മുമ്പ് ഒരു ഷോപ്പ് ഞങ്ങൾ കണ്ടുവച്ചിക്കണ്. പോവാ ഷോപ്പിൻ്റെ അവിടെ പോയി ഞങ്ങൾ ഈ കാറ് നിർത്തിയിടും. എങ്ങനെ കാണാതൊക്കെ ഒന്നും ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾ എന്നിട്ട് ഈ കാറിന്ന് പോകാൻ കാണാതെ ഷൂട്ട് ചെയ്യാനാണ് പ്ലാന്. അപ്പം ഞങ്ങൾ പോവല്ലേ നബീലെ പോലെ. ഇതാണ് നമ്മളെ കള്ളൻ. ഓൻ കാറിന്ന് ഇറങ്ങിയിട്ട് നേരെ അവിടെ സ്കൂട്ടി ആശി എന്തൊക്കെ പ്ലാൻ ഇടുന്നുണ്ട്. ഓൻ ആ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മളെ കിഡ്നാപ്പർ റെഡി. കറക്റ്റ് കള്ളല്ലേ? അല്ല ഞാനേ എടക്കര ഭാഗത്ത് പോയിക്കോ. അങ്ങോട്ട് പോവാ. ഞാൻ അങ്ങോട്ട് പോയി അനക്ക് പോകണം. ഇന്ത്യക്ക് വിളിക്കണ ഇതില് മൈക്ക് കണക്റ്റഡല്ലോ. അതാരാ പോണ? എന്തേലൊക്കെ കാട്ടിച്ച്. അപ്പോൾ അത് ആശി അവിടെ വണ്ടി നിർത്തി ഫദലുവിനെയും കൊണ്ട് എന്തേലൊക്കെ പറയണ്ടാവും. ആ ഷോട്ട് ഞാൻ ഇപ്പൊ കാണിച്ചു തരട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഫദലുവിനില്ല പണി തുടങ്ങാണ് കേട്ടോ. ഫദലുവിനോട് ഷൂട്ടിംഗ് ഉണ്ട് പറഞ്ഞിട്ട് സ്കൂട്ടി എടുത്ത് വരികയാണ് കേട്ടോ. ഇനി അങ്ങനെ ഫദലുവിൻ്റെ സ്കൂട്ടി കുറച്ച് മാറ്റി നിർത്തിയിട്ട് ഫദലുവിനെ അഭിനയിപ്പിക്കുകയാണ് കേട്ടോ ആശി ഇവിടെ റോഡ് സൈഡിൽ നിന്ന്. ആ സമയം നോക്കി കള്ളൻ സ്കൂട്ടി അടിച്ച് മാറ്റാനാണ് നമ്മളെ പ്ലാന്. അപ്പം ഫദലു കാണാം. എടാ ഞാൻ കാണിച്ചു തരാം. ആ കാണുന്ന ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിരുന്നു കേട്ടോ ഓന് ഓൻ്റെ സ്കൂട്ടി നിർത്തിയിട്ടത്. അപ്പം ഓന് ആശി വീഡിയോ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം വീഡിയോ ഷൂട്ട് തിരിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വണ്ടി കാണൂല. അപ്പോൾ ഓനൊരു ടെൻഷൻ അടിക്കും. അപ്പം എന്താ അവസ്ഥ നോക്കട്ടോ. ആ ഷോട്ടൊക്കെ കാറിന്ന് ഞാൻ അർഷാദിനോട് എടുക്കാൻ പറഞ്ഞിരിക്കണം. ഒക്കെ എടുത്താൽ മതിയേനു.
രണ്ട് കുട്ടികളുണ്ട്. ഒരു പോയില്ലേ, ബസ് കയറി പോയില്ലേ? പോയോ? എനിക്കറിയില്ല. അല്ല ഇനി നമ്മൾ വേഗം വാ, ഓരോതാ പള്ളീൻ്റെ അടുത്ത് കാണുന്നു. ആ ഞാൻ വണ്ടീൻ്റെ എത്തി. ഫ്രണ്ട്സ്, അപ്പം ആശിയും പതിവനെയും കൊണ്ടതാ ആ ഷോപ്പിലാണ് തോന്നുന്നുണ്ട്. ഞങ്ങളിവിടെ വണ്ടി എടുക്കാൻ റെഡി ആക്കുന്നുണ്ടോ. സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഓഞ്ഞ് ഇവിടെ നിന്ന് നടന്നു പോയിക്കോളും, നമുക്ക് വണ്ടി എടുക്കണ്ട. അതിൽ യാതൊരു കാരണവശാലും കാണാം. അപ്പോൾ നമ്മളെ നബീൽ മച്ചാനിതാ പച്ച ഡ്രസ്സൊക്കെ ഇട്ട് കള്ളനായിട്ട് വരുന്നുണ്ട് കേട്ടോ. മുഖമൊന്നും കാണില്ല അളിയൻ്റെ. ആശയോടെ ഫതിലുവിനെ ഒഴിഞ്ഞു മാറ്റി അഭിനയിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വോയിസ് ഓവറും കാര്യങ്ങളും കിട്ടാൻ നല്ല പ്രയാസമാണ് ഇങ്ങനെ ലോങ്ങിൽ നിന്ന് ഷൂട്ട് ചെയ്യണോണ്ട്. ചാവി എടുത്തു പോയിക്കണേ. ഞാൻ രണ്ട് വർത്താനം പറഞ്ഞു. കള്ളന് പോണ ഷോട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. പെട്ടെന്ന് അവിടുന്ന് ആശിന്റെ ഷോട്ട് ഉണ്ടാവും എന്തായാലും. സ്കൂട്ടിയില് ചാവില്ല. അവസ്ഥ ആലോചിച്ച് നോക്ക്. ആശിനോട് ഞാൻ പറഞ്ഞാണ് ഫതിലുവിനെ കൊണ്ട് സ്കൂട്ടിയിൽ ചാവി വെക്കുക അങ്ങനെ എന്തെങ്കിലും ഐഡിയ. പക്ഷെ ഇവിടെ ചാവി ഇട്ടില്ല, ചാവി ഇല്ല. അവൻ ഉന്തി തള്ളിയേക്കാണ്. അപ്പൊ മാക്സിമം തള്ളുന്ന എവിടെ പോയി വിളിക്കുക. ഈ വൈകി കയറി ഇനി വരൂല, അന്നെ വിളിക്കാം. അങ്ങനെ സക്സസ്ഫുള്ളി സ്കൂട്ടി കിഡ്നാപ്പിഡായി. ഞാൻ പെട്ടെന്ന് പോട്ടെ കേട്ടോ. പോലെ ഫതിലു വന്ന ഇന്നെ കറക്റ്റ് വ്യൂ ആണ് ഇങ്ങോട്ട്. ഞാൻ വൈക്ക് കയറ്റിക്കോട്ടോ. അവനെ കാണിച്ചു കൊടുത്താ കാണാത്ത രീതിയിൽ മാക്സിമം പോയിക്കോ. പാവുണ്ട്, ആ വൈക്ക് കയറ്റിക്കോ. അത് നേരെ പോയാ മതി. ഈ വഴി നേരെ പാലത്തിങ്ങക്കാണ്. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ വാ. കള്ളൻ അവിടെ ഉണ്ട്. നമുക്ക് നമ്മളും ചെന്താട്ട. ഓല അവിടെ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ആശി ഓനെയും കൊണ്ട് അങ്ങോട്ട് പോയിക്കാണ്. ആശിൻ്റെ അടുത്ത് വേറെ ഫോണുണ്ട്, അതിൽ ഞാൻ നിങ്ങൾക്ക് ഷോർട്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ എബിലിൻ്റെ അപ്പം നിൽക്കണോ അവൻ്റെ ഒപ്പം? എന്താ കാത്തിപ്പോ? നമുക്ക് പെരയെ പോവാ പറയുമ്പോ അല്ലേ? ഓൻ തിരിച്ചു വരുമ്പം സ്കൂട്ടി കാണാതെ നമുക്ക് ഇവിടുന്ന് മാറാവാ. കട്ടായിക്കോ. അപ്പോൾ ഞങ്ങൾ ഇവൻ്റെ അടുത്തേക്ക് എത്തി. ഇവനെ ഞങ്ങളവിടെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ചെറിയ റോഡുണ്ട്. ആ റോഡിൻ്റെ ഉള്ളിൽ കൂടെ വന്നിക്കാണ് കേട്ടോ. കള്ള എന്താ പറയാ, ചെറുക്കനാകെ ടെൻഷനായിട്ടുണ്ടാവും. ഞങ്ങളിവിടെ ഒളിച്ചിങ്ങനെ നിൽക്കുകയാണ് സ്കൂട്ടി കൊണ്ട്. അപ്പം അതിൻ്റെ വിചാരം ഞാൻ അതാ ഞങ്ങളെ കാറ് ഇപ്പോൾ പോയി ആയിക്കൂടിയേ. നമ്മളെ കാറ് പോയി. അപ്പം ഓല് ഫുള്ള് തെരച്ചിലാണ് സംഭവം എന്ന് മനസ്സിലായിക്കണേ. ഓ നല്ല ടെൻഷനിലാണ്. എനിക്കിപ്പോൾ കോള് വന്നു. ആ റെക്കോർഡൊക്കെ ഞാൻ കാണിച്ചു തരാം. ആ റെക്കോർഡ് ഇപ്പം വീഡിയോ കഴിഞ്ഞാൽ കണ്ട് പണിട്ടോ. പേടിച്ച് ടെൻഷനായി. അല്ലാ സീന്. ഹാരി
ആരും കൊണ്ടുപോയത്? എന്റെ പുറത്തും ബാക്കിൽ ഫുള്ള് കൊതുകും ചളിയൊക്കെ കൊണ്ടാ നിക്കണത്. ഇതില്ലേ സംഭവം തന്നെ അറിയോ, നമ്മൾ പ്ലാൻ ഇട്ടിരിക്കണത്, പക്ഷെ പ്ലാൻ ചെയ്ത പോലെ അയക്കണോ ഇല്ലേന്ന് എഡിറ്റ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. അവിടെ ഷോട്ട് കിട്ടണം. നിങ്ങൾക്ക് ഫതുവിന്റെ എക്സ്പ്രഷനും ഓന്റെ പേടിയും ഓന്റെ സങ്കടവും എല്ലാം ഷോട്ടുകളെ കിട്ടണ്ടേ നമുക്ക്. അതിന് ഞാനാണ് ആ കാറിൽ വേണ്ടീന്, ഞാൻ വേണ്ടീനു. പക്ഷെ നമ്മളെ അർഷാദെല്ലാം സെറ്റ് ആക്കുന്നില്ല വിശ്വാസം ഉണ്ട്. ഹലോ, സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളായത്. ഞാൻ ഇപ്പൊ എടുക്കണ്ട ഓന്റെ ടെലഗ്രാമൊക്കെ ഡിലീറ്റ് ആക്കി. തേങ്ങ നല്ലൊരു സാധനം. ഇനി അവന്റെ എക്സ്പ്രഷന്റെ അവിടത്തെ ഇതിനകത്ത് സ്റ്റോറേജ് ഉള്ളേ. എടുക്കണ്ട്, നിങ്ങൾ എടുക്കണില്ലേ? ഫ്രണ്ട്സ്, ഫതിൽ വാശി ഇതിൻ്റെ അപ്പുറത്തുണ്ട്. ആ ഷോട്ട് എങ്ങനെ ഞാൻ എടുക്കുക? ഞാൻ അവിടേക്ക് പോയാൽ എല്ലാം കാണും, ഫതിൽ കാണും. അപ്പോൾ നമ്മൾ പ്ലാനൊക്കെ പൊളിയും. ഫതിലുവിൻ്റെ റിയാക്ഷനാണ് കിട്ടേണ്ടത്. അതിപ്പോൾ ആരെടുക്കുക? ഇപ്പുറത്ത് തന്നെ ഉണ്ട്. ഓട്ടോറിക്ഷക്കാരൊക്കെ നിർത്തുന്നുണ്ട്. എന്താ പറ്റി വെച്ചിട്ട് അവൻ്റെ വെപ്രാളം കണ്ടിട്ട്. അതവിടെ അത് സൂം ചെയ്താ ഓട്ടോറിക്ഷക്കാരോട് സൂം ചെയ്തെടുക്കണ്ട്. കാണുന്നുണ്ടോ? ഓട്ടോറിക്ഷക്കാരോടൊക്കെ ഓൻ ചോദിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാൻ പറ്റുമോക്കട്ടെ. ഇങ്ങോട്ടൊന്നു അതാ ഫതിലു കേട്ടോ. ഫതിലാണ് ആ സംസാരിക്കണത് ഓട്ടോറിക്ഷക്കാരോട്. ഗൈസ് പെട്ടു. ഫതിൽ ഓട്ടോറിക്ഷക്കാരോടൊക്കെ കംപ്ലൈന്റ് അറിയുന്നുണ്ട്. ഇതൊക്കെ മിക്കവാറും പോലീസ് കേസ് ആവുമോ? വേറൊരു പണി കിട്ടിക്കണേ. നമ്മള് അവിടെ കാറിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യണേ ഫോണിന്റെ സ്റ്റോറേജ് ഫുള്ളായി എന്നൊക്കെ പറയുന്നത്. അതൊക്കെ കിട്ടിക്കണാവോ? അതല്ലേ ഫതിലുവിന്റെ റിയാക്ഷനാ കിട്ടേണ്ടത്. അത് കിട്ടിയാൽ മതി. അതേ എനിക്ക് ആഗ്രഹമുള്ളൂ. പോടാ. ഗായ്സ്, എന്തൊരു പ്രശ്നം പറ്റിയേക്കണേ. അല്ല, പക്ഷേ ഒന്നും കാണില്ല. ഫതിലാക്കണ് പോണ്. ഓൻ നല്ല ടെൻഷനിലാട്ടോ. ഓൻ്റെ വോയിസൊക്കെ എങ്ങനെ കിട്ടുക പഠിച്ചോനെ? നമ്മളെ വണ്ടിയാണ് ആ പോണത്. ഇവിടെ പോയോ? അതാ ആ പോണാക്കണേ. ഇനി പെരേ പോയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ അവിടെ ബഹളമായിരിക്കും, ഇനി ഉറപ്പാണ്. ആ ഷോട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിന് ഞങ്ങൾ വന്ന കാറ് സജിയെ കൊയങ്ങിയോ? സ്കൂട്ടി കൊണ്ടുപോയ നബീലിൻ്റെ അവസ്ഥ എന്താണോ? അവങ്ങടുത്തുണ്ടോ രണ്ടാമത്തെ ചാവി? അപ്പൊ ഞങ്ങളെങ്ങനെ ഇനിയിപ്പോ അങ്ങോട്ട് വരില്ല? ഒരു സ്കൂട്ടിന്റെ ഞങ്ങൾ ഉന്തി അങ്ങോട്ട് വന്നത്. ചാവി ഫതിലുവിന്റെ അടുത്താ.
ഇല്ലാത്ത അറിയാണോ നീ? നോക്കട്ടെ, ഞങ്ങളിപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ സ്കൂട്ടി കാണാണ്ട് ടെൻഷൻ അടിക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ സ്കൂട്ടി ഉണ്ടെങ്കിൽ നമുക്ക് പെരെ പോയി എടുത്ത് വരേനു. ഇപ്പൊ ഒന്നിനും പറ്റാത്ത അവസ്ഥ. നോക്കാ ഇജൊരു കാര്യം ചെയ്യ്, നമ്മള് ഇങ്ങോട്ട് പോകണല്ലോടാ, നമ്മളെ പോലീസുകാരൊക്കെ ഇവിടെ നിക്കല്ലേ, ഇവിടെ വളവില് ഒരു പള്ളിയില്ലേ, നമ്മളെ അങ്ങോട്ട് ഇടക്കിടക്ക് പോണോടത്ത്. അല്ലടാ നമ്മള് സാധാരണ ഇടക്കിടക്ക് പോണ വജ്ജില്ലേ, ഇടക്കിടക്ക് പോണ വജ്ജിന് നമ്മള് ഇവിടെ എത്തുമ്പോ ഒരു ക്രിസ്ത്യൻ പള്ളിയൊക്കെ അല്ലടാ ഇവിടെ വളവില്. ആ അങ്ങോട്ട് വന്നാ അവിടെ ഒരു ചെറിയൊരു പെട്ടിപ്പീടിയൊക്കെ ഉണ്ട് ഇവിടെ ഈ വളവിൽ തന്നെ. ആ നമ്മള് ഇടക്കിടക്ക് പോണ വയ്ക്കണേ. കള്ളന് 2 വാക്ക് സംസാരിക്കാണ്ട് പറയും. കള്ള വണ്ടി എടുക്കാൻ പോയപ്പോ കൂളായിട്ട് കേറിയത് തിരിച്ചാ ചാവില്ല. പതിലുവിനോട് എങ്ങനെയെങ്കിലും ഇങ്ങനെ ചാവി അവിടെ തന്നെ വെച്ചിട്ട് ഷൂട്ടിന് ഇറങ്ങണ രീതി ഉണ്ടല്ലോ, അങ്ങനെ വിചാരിച്ച പതിലു ചാവിയും പോക്കറ്റിലിട്ട് പോയി മാസ്ക് ഒക്കെ ഇട്ട് ചെന്ന് സാറായിട്ട് കൂളായിട്ട് കള്ളന്റെ രീതി കേറിയത്. ചാവില്ല ഇവ, ചാവില്ലാതെ കള്ള ഉന്തിയ വന്നത്. നിങ്ങൾ ഷോട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരു കള്ള ഈ വണ്ടി കൊണ്ടുവന്നിക്കണേ, ഇതിനുള്ള കൈയടികൾ തന്നെ. ഞങ്ങൾ ഉള്ളത്തൊരു ചെറിയ റോട്ടിൽ കേറിക്കാണ് കേട്ടോ. അവിടെയാണ് ഞങ്ങളെ പിക്ക് ചെയ്യാന് വേറെ കുറച്ച് ആൾക്കാരെ വരാൻ പറഞ്ഞിരിക്കണേ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ കേട്ടോ. ഞങ്ങള് ഓലെ വെയിറ്റ് ചെയ്തോണ്ട് നിക്കാണ്. യെസ്, പെരയിലെത്തിയോ? അപ്പം ചെക്കന്റെ സീനാണ് അവിടെ. ഓനെ വണ്ടി വായിക്കണായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് അഭിനയിച്ചു. ഷോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ലേ? കിട്ടിയിട്ടില്ലേ? മറ്റോടുത്തിട്ടുണ്ടാവില്ലേ? ആകെ മൊത്തത്തിലാകെ സീനാണ്. ഞാൻ ഇവിടെ നിന്ന് പോയോ കേട്ടോ. ഇങ്ങനെ ശീലിച്ച് ബാക്കിലിരുന്നിട്ട് അപ്പൊ നമുക്ക് പോയോക്കാം. ഇനി ഓന്റെ ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ ക്യാമറ ഓൺ ആക്കാൻ കേട്ടോ. അറിയാതെ എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കാം. ഓക്കെ, എടാ കണ്ടല്ലോ. അല്ല ഞങ്ങള് ചാവില്ലാണ്ട് എങ്ങനെ ഉണ്ട്? അപ്പോൾ ഗൈസ് ഒരൊക്കെ പോയി, ഒരൊക്കെ തരാൻ പിന്നെ പോയി. എന്താ വെച്ചാൽ അവൻ്റെ മുന്നിൽ നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റില്ലല്ലോ മാമ. അതുകൊണ്ട് ക്യാമറത്തെ നമുക്ക് ഇതൊന്നല്ലല്ലോ, നമ്മൾ പക്ക പ്രാങ്ക് ആകുമ്പോൾ നമുക്ക് അവൻ്റെ മുന്നിൽ കുറേ സന്ദർഭങ്ങളുണ്ടായി. മറ്റേ അതിനെൻ്റെ ഉപ്പയൊക്കെ വന്നേ ഒരിങ്ങനെ കൊണ്ടുവരാൻ വന്നപ്പോൾ ഒരു വളപ്പാനോട് എന്നിട്ട് ഒരപ്പാനോട് അറിയണ്ട് ഫാദുലിൻ്റെ സ്കൂടി ഇവിടുന്ന് പോയത് ഇതാക്കിയ എന്നിട്ട് സ്റ്റേഷനിക്ക് എന്നിട്ട് എനിക്കിങ്ങനെ ചിരിങ്ങനെ വന്നപ്പോൾ ഒരു പ്രാങ്കാണ് വെച്ച് അപ്പോൾ അവരൊക്കെ പോയിക്കണ. എനിക്ക് വീട് ഞങ്ങൾക്ക് ഓവറായിട്ട് ഇതിൻ്റെ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ലേ അമ്മ? കാരണം നമ്മളെങ്ങനെ അറിയാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ എല്ലാവരും വന്നിട്ട് നീ പോയി നോക്കിയിട്ട് അവിടുത്തെ വിഷയം ഞാൻ കാട്ടിത്തരാം. പിന്നൊരു കോമഡി മറ്റു ചോദിച്ചിരുന്നാള് ആ ചെറുക്കനോട് ആ ചീരക്കണേ ഓന്റെ കൂട്ടുകാരനോ അതൊന്ന് ചോദിച്ചോട്ടോ വരുമ്പോ സ്കൂട്ടി തരാൻ സൈക്കിളിൽ പോണ തരാന് ഇതവൻ്റെ കയ്യിൽ നിന്ന് പോയി പക്ക കരയണയിക്കുണ്ടോ. എന്താ വെച്ചാൽ കുറേ ആൾക്കാരൊക്കെ കൂടിയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞാതിരി. അപ്പോൾ അവരൊപ്പം വന്നപ്പോൾ ഞാൻ കയ്യിൽ നിന്ന് പോകും വിചാരിച്ചു. ഒരു ഗ്രൂപ്പിലൊക്കെ ഇടാൻ നിൽക്കാം. പിന്നെ പ്രാങ്ക് തന്നെ. അപ്പോൾ അതിലൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു ചിരിച്ചപ്പോൾ ഇവരോട് പറഞ്ഞു പ്രാങ്കാന്ന് പറഞ്ഞു. ഞാൻ പാളി വിചാരിച്ചു. അപ്പോൾ ഞാൻ നൈസായിട്ട് ഒരു സാധനം കയ്യിൽ നിന്ന് എടുത്തിട്ട്
ഞാൻ അവരോടൊക്കെ പറഞ്ഞത് പ്രാങ്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു സാധനം വാങ്ങി പോയി അല്ല നമുക്ക് മോശം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇലക്ട്രിക് സ്കൂട്ടി ആരെങ്കിലും ഓട്ടണണ്ടീനോ? ഇല്ല. സത്യം കേട്ടോ, ഞാൻ പറഞ്ഞിട്ട് ഞാനിത് പ്രാങ്കാണ് ഞാനും മേടിച്ചേ. ഇവിടെ നോക്കുമ്പോഴേ വണ്ടി കിട്ടുമില്ലേ, കിട്ടിയാലും ഇല്ലെങ്കിൽ ഒരു വ്ളോഗെങ്കിലും എടുത്ത് വെക്കരും, വൈറലാവും. അപ്പോൾ എന്താ വെച്ചാൽ ഫതിലിൻ്റെ സ്കൂട്ടി കാണാനല്ലേ ഞങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ പോയിട്ട് ഞാനും ഫതിലും. അപ്പോൾ ചാമ്പാറമ്പ് പറഞ്ഞൊരു സ്ഥലത്തേനും ഞാൻ എടുത്തു തന്നിട്ട് ഞങ്ങളൊരു ഷൂട്ട് ചെയ്യുമ്പോൾ താക്കോലൊക്കെ ഞങ്ങൾ ഫതിലിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് അവനെ പറഞ്ഞേക്കാൻ വേണ്ടി കണ്ട് ഞാൻ സ്കൂട്ടി എടുത്തിന് പെരേന്ന് അടുത്ത് പോയും ചെയ്തു. പിന്നെ നോക്കുമ്പോൾ വണ്ടി കാണാനില്ല. അതിൻ്റെ ഫ്രണ്ടിലൊരു കാക്ക ഉണ്ടായിരുന്നു, കടക്കാരൻ, ചായ നടത്തണ കടക്കാരൻ. അപ്പോൾ ചായ നടത്തണ മൂപ്പര് പറഞ്ഞത് എൻ്റെ ഏജിൽ ഒരാൾ ഉരുട്ടി കൊണ്ടുപോയിന്നാണ് പറഞ്ഞത്. താക്കോല് ഞങ്ങളെ കയ്യിലുണ്ടായിട്ട് എന്തൊക്കെ പറയേണ്ടത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കല്ല. ഞങ്ങൾ ഇവൻ്റെ ഒരു ആഗ്രഹത്തിന് ഞങ്ങളൊരു സർപ്രൈസ് കൊടുത്ത് ഓനാണെങ്കിലും നമുക്കാണെങ്കിലും അത്രയും സങ്കടം. ഞങ്ങൾക്ക് എങ്ങനെ വീഡിയോയിൽ നിങ്ങളോട് പറയേണ്ടത് നമുക്ക് അറിയണില്ല. എന്താ വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല സത്യം പറഞ്ഞാൽ എന്താ. കാരണം ഓനക്ക് അത്ര ആഗ്രഹം ഇതാക്കിങ്ങാണ്ട് നമ്മൾ വാങ്ങിക്കൊടുത്തൊരു വണ്ടിയാണ്. ഓൻ്റെ എന്നല്ല എമ്മക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ അത്രയും ഒരു ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ട് നമ്മൾ ആ വീഡിയോ ഒക്കെ അത്രയും സന്തോഷത്തോടെ നമ്മൾ കൊടുത്ത. ആരായാലും ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്താ വെച്ചാൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ ചാർജർ നമ്മളതിൽ ഇട്ടുപോയി. അതാണ് നമുക്ക് ഏറ്റവും പറ്റിയൊരു മിസ്റ്റേക്ക്. ഞാൻ എന്നോട് പറഞ്ഞിട്ട് അതിലെല്ലാം ഒന്ന് ഇടരുത് എന്ന്. അപ്പോൾ ഞാൻ എന്താ പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് അറിയണില്ല. അതും നമുക്കറിയാം ഫതിലിനൊക്കെ അത്രയും ആഗ്രഹം പിടിച്ചങ്ങാണ്ട് നിൽക്കണൊരു ഇതേനു. അത് നമുക്ക് കുട്ടിയൊക്കെ അറിയാമല്ലോ, നമ്മൾ എന്തൊരു ആഗ്രഹം പിടിച്ചങ്ങാണ്ട് ഓനൊക്കെ അങ്ങനെ ലാമിയൊക്കെ കാരണം ആകെ ഷോക്കാവും. എങ്ങനെ വെച്ചാൽ ലാമി ഒക്കെ വന്ന് സ്കൂട്ടി എടുത്താൽ വരെ അപ്പം പറയും ബാബി അത് ചളിയാവും. അതിങ്ങനെ രാത്രി വരെ എന്നും അത് നോക്കിങ്ങാണ്ട് ചാർജ് കുത്തിങ്ങാണ്ട് തുടച്ചിങ്ങാണ്ട് കൊണ്ടടക്കണ ഒരു വണ്ടീനും നമുക്ക് അതിൻ്റെ സങ്കടം ശരിക്കും അറിയാൻ പറ്റുള്ളൂ. ഇജ്ജ് പോണ്ട ഫതിലുവിന് എന്താ ഇതാക്കാനല്ലേ? പറ ഇജ്ജ് പോണ്ടോ, ഒന്നടങ്ങിയിരുന്ന ഇങ്ങോട്ട് വന്ന. അപ്പൊ എന്താ പറയേണ്ടത് സത്യം പറഞ്ഞ നമുക്കല്ല. നമുക്ക് ഇത് ഞങ്ങൾക്ക് ഇനി നമ്മളെ ആരെങ്കിലൊക്കെ നമ്മളെ വണ്ടി കൊണ്ടേക്കണമെന്നുണ്ടെങ്കിൽ തിരിച്ച് തരണം. കാരണം ഇത് പടക്കമൊന്നും പൊട്ടിച്ചില്ല. കാരണം ഞങ്ങൾ പടക്കം വരെ വിഷുവിന് അത്ര വാങ്ങി. എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം അങ്ങനെ എനിക്ക് വേറെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഒഴിവായി പോയി. പടക്കമൊക്കെ ഞാനൊരു ഇതൊക്കെ വാങ്ങി ഞങ്ങൾ വിഷുവിന് അങ്ങനെ ഒരു വ്ളോഗൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതേനു ഞങ്ങൾ. പക്ഷെ അതൊക്കെ എന്താ പറയണ്ടത്, ആരെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതാക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ സ്കൂട്ടി നിങ്ങൾ തിരിച്ചു തരിക. നമ്മളതൊരു എന്ത് കളറാണ് മാമ? ഒരു വയലറ്റ് കളറാണ്. ഒന്നാമതിൽ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും നമ്മൾ പോലീസിന് കേസ് കൊടുത്തിരിക്കണം, നമ്മൾ FIR ഇട്ടിരിക്കണം. അപ്പോൾ പോലീസ് പറഞ്ഞത് നാളെ വരും, എന്നിട്ട് ഇതാക്കുന്നൊരു CCTV നോക്കുന്നപ്പോൾ പറഞ്ഞിരിക്കണത്. ആകപ്പാടെന്താ ഒന്നും അറിയണില്ല സത്യം പറഞ്ഞ എന്താ പറയാന്നൊന്നും. മതി, എനിക്കറിയണില്ല എന്താ പറയാന്ന്. ഒരു നോക്കി വന്നു. എന്തായി നോക്കിയിട്ട് കിട്ടിയോ? എന്താ പറഞ്ഞേ പോലീസ്? എന്താ പറഞ്ഞേ? അപ്പോൾ ഞങ്ങൾ ഇനി സ്കൂട്ടി കിട്ടട്ടെ എന്നെല്ലാവരും പ്രാർത്ഥന നമുക്ക് വേണം. കിട്ടി നമ്മൾ ഒരു വ്ളോഗ് അതിൻ്റെ ഇത് അറിയില്ല. കാരണം ഇന്നത്തെ കടക്കാരോട് ഞാൻ ചോദിച്ചു എന്നിട്ടോ എന്താ മഞ്ഞ പച്ച അങ്ങനെ ഡ്രസ് ഇട്ട് തരാം. പോലീസുകാര് വരാറുണ്ട് നാളെ. നാളെയൊക്കെ വന്നിട്ട് സത്യം പറഞ്ഞാൽ എന്ത് കാട്ടാൻ എനിക്കറിയില്ല. നാളെ വന്നിട്ട് എന്ത് കാട്ടാൻ പറ്റുന്നു.
ഇങ്ങനെ എൻ്റെ സ്കൂട്ടി പോയിക്കണേ എല്ലാവരും തപ്പുക അങ്ങനെ അപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളാം. ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കിട്ടാൻ പോയി പഠിച്ചു ബാ പതിലു ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒന്നും ആവില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞോളാം. ആരോടൊക്കെ ഇതിപ്പോൾ ഉണ്ടാകുന്നൊന്നും നടക്കൂല. ഇതിപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കി എന്തെങ്കിലും ആരോടൊക്കെ എന്ത് ഞാൻ അതിൻ്റെ ബാഗിൽ നിന്ന് വീയല്ലേ ഞാൻ അതും കൂടി ഉള്ളു. അതിൻ്റെ ബാഗ് സൈക്കിൾ എന്ത് കണ്ടിട്ടേ ആൾക്കാര് തന്നെ പറഞ്ഞു വിചാരിച്ച ആരെങ്കിലും എടുത്തോണ്ടാവോ? എങ്ങനെയാ കള്ള ഒറ്റടിക്കാൻ പറ്റത്തി? അല്ല രണ്ട് ചാവി ഉണ്ടല്ലോ, ഒന്നവിടെ അതും ചെന്നല്ലേ കളഞ്ഞ് മാമ ചാവി കളഞ്ഞ് സ്കൂട്ടി അടക്കം കളഞ്ഞു. അല്ലേ ഇത്രയും ദിവസം സ്കൂട്ടിന്റെ ചാവി കാണില്ല. ഇപ്പൊ സ്കൂട്ടി തന്നെ അവൻ കളഞ്ഞിക്കണം എന്തായാലും. അല്ല ഇതിന്റെ പിന്നാലെ നടക്കണ്ട, ഞാൻ അത് പോയി ഇത് പോയി പറഞ്ഞിട്ട് ഫൈനും കാര്യങ്ങളും എന്തൊക്കെ എത്ര വരും അവർക്ക് പറഞ്ഞോണ്ട് പോലീസുകാർ എന്നോട് കാര്യം ചോദിക്കാം ചിലപ്പോ. കൊണ്ടുപോയി നടന്നിട്ട് ഞാൻ അതുകൊണ്ടാണ് എന്ത് ആ ചങ്ങായി ഇത് പൊട്ടി പോതി പോലെ തീർന്നില്ല. എനിക്കതാണ് എത്ര പൈസ ഓനിക്കാണെങ്കിലും ഓട്ടിയെങ്കിലും കുറച്ച് കാലമായിക്കിടെങ്കിലും കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ എടുത്ത് കൊണ്ടുപോകണമെങ്കിലൊക്കെ എത്രത്തോളം ഇവിടേക്ക് എത്തി? ഒരു 5 മിനിറ്റ് പോലും തന്നെ. പിന്നെ നല്ലൊരു സ്കൂട്ടി ഞാൻ അതെടുത്തുങ്ങാണ്ട് അവരതൊക്കെ എടുത്തുങ്ങാണ്ട് എത്ര സുഖത്തിലിപ്പോൾ എന്തായാലും ഒരാളത്ത് കിട്ടിയല്ലോ അല്ലേ? അത്രയും നല്ല പുതിയ സാധനം. എനിക്കതാണ് അത് പുതിയ ഓട്ടി തായം പിടിച്ചതും അല്ല, പുതിയ സാധനം കയ്യിൽ വല്ല കിട്ടുകയാണ്. നമ്മളതാന്ന് വാദം പറയാനായിട്ട് നമ്പറില്ല അതിൽ. ഞാനാണെങ്കിൽ അയാൾ ഓട്ടുണ്ടാവില്ല ആ വണ്ടി, അയാളെ മനസ്സിലായി. അയാൾ ഇങ്ങനെ എന്ത് സന്തോഷത്തോടെ അതതിൻ്റെ വയറ് ഇതാക്കിയാണ്ട് 2 ജോയിന്റ് ആക്കിയ മതി. ബാറ്ററി വണ്ടിയല്ല അമ്മ. കൂടോത്രം വെച്ചു ഏത് മനുഷ്യന്മാരെല്ലാരും വെറുക്കണെന്തിന് മനുഷ്യന്മാര് വെറുക്കണെന്തിന് ബുദ്ധിയുള്ളവര് കണ്ടാവൂല. ഇനി ഇവരോട് ദേഷ്യം ഉണ്ടാവോ? ദേഷ്യമുള്ളവരൊക്കെ ഉണ്ടാവോ? എന്തായാലും അറിയണ ആളവൻ മാത്രം. അന്നൊക്കെ ശ്രദ്ധിക്കണ്ട അയാള് ആ വ്യക്തി അല്ലേ? അതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ എങ്ങനെ അവിടെ നമ്മള് ആ ഗ്യാപ്പിൽ താക്കോലില്ലാത്ത ആ വ്യക്തി അത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ അത് പ്ലാന്റ് സാധനം. സജീവന്റെ മറ്റേ മാമൻ ചമ്പർ ഓൻ വണ്ടി വിൽക്കണേ.
കണ്ടോ ഓ കണ്ടല്ല ഓൻ നേരത്തെ എന്നോട് പറഞ്ഞു വിഷുവിന്റെ തലേന്നല്ലേ അപ്പൊ ഓൻ്റെ അവിടെ പോയി നിന്നേനു ഓൻ്റെ വണ്ടി ഓണ ഞങ്ങളത് പ്രാങ്കാണ് ഗായ്സ്. കുത്തണത്തോടെ ആകെ ടെൻഷൻ എന്നൊക്കെ പറഞ്ഞ ഉറപ്പാ എന്തെങ്കിലൊക്കെ ആയിരുന്നു ഒരു സത്യത്തിലും അറ്റാക്കോ. കാരണം അത്രയും ടെൻഷന്റെ മുഖം കണ്ടറിയുന്നു അങ്ങനെ ഒരു വ്യക്തി. ഇപ്പഴും ടെൻഷൻ പോയിട്ടില്ല, മുഖം കണ്ടിട്ട് സന്തോഷം കണ്ട് വരുന്നില്ല. എന്താ രണ്ട് വാക്ക് നല്ല തോന്നുന്നുണ്ടോ? മുണ്ടണില്ലല്ലോ. ഓനക്ക് വാണ്ടില്ലേനു എന്നൊക്കെ ആയൊക്കെ രണ്ട് വാക്ക്. ക്യാമറ ഓഫ് ആക്കി കഴിഞ്ഞപ്പോ ആകെ ഇവിടെ ഒച്ചമ്പുളിയാവോ? ഞാന് നിങ്ങളെ കൊണ്ടേനോ എന്താ പറയണേ അന്റെ കീഴിലൊക്കെ പോയി. എന്താണ് എന്തേലും എക്സ്പീരിയൻസ് എനിക്ക് എന്താ തോന്നിയത്? ദേഷ്യം ഒറ്റ വാക്കുകൊണ്ട് ദേഷ്യം. ആരോട്? ആരോട്? ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടോ? ആരോടെ ദേഷ്യം? നാട്ടുകാരോടോ? കള്ളനല്ല കൊണ്ടേത്. പറയുന്നേ എന്തിനാ അവിടുന്ന് കൊണ്ടുപോയി വീഡിയോ ഷൂട്ട് ചെയ്ത് എനിക്ക് ഇവിടുന്ന് ഷൂട്ട് ചെയ്തൂടെ ഇവിടുന്ന് ഷൂട്ട് ചെയ്തൂടെ വെച്ചിട്ട്. ഗായ്സ് നമ്മളെ പ്രാങ്ക് എന്നൊക്കെ പറഞ്ഞ അജഗജാന്തര പ്രാങ്കാണ്. സത്യം പറഞ്ഞ ഈ പ്രാങ്ക് എടുക്കാൻ എന്തൊക്കെയോ കഷ്ടപ്പെട്ടിക്കണ്. എപ്പൊ തുടങ്ങി ഇരുട്ടായി നോക്ക് എന്താ ഇരുട്ടായി 8 മണി ആവാനായി. മണിക്കൂറുകളോളം ഇനി നാളെ പഠിച്ച് എക്സാം ഉണ്ടായിട്ടോ, ഇല്ലെങ്കിൽ നാളെ കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളതിനു പഠിക്കണം അല്ലേ? എങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ പഠിക്കാ? ഇനി പഠിച്ചാൻ പറ്റൂലേ? നാളെ മദ്രസയിൽ പരീക്ഷ ഇനി ഫുൾ മാർക്ക് സീനേനു കേട്ടോ. ഞങ്ങൾ ഇത്ര റിസ്ക് ഒരു പ്രാങ്കിന് ഞങ്ങൾ എടുത്തില്ല. ഇത് എപ്പൊ തുടങ്ങി? ഞാനൊക്കെ ചത്തുക്കണ്. എപ്പൊ തുടങ്ങി? എന്താ സംഭവം മറ്റേ പോലല്ലേ, ഇത് ക്യാമറ എവിടെ വെക്കണം അങ്ങനെ അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണുമ്പോ നിങ്ങൾക്ക്. പിന്നെ ലാസ്റ്റ് സ്കൂട്ടി പോയി കണ്ട് ബ്ലോഗ് എടുക്കാറുണ്ട്. പിന്നെ നമ്മൾ കുറച്ചെങ്കിലും അതിന്റെ മുന്നേ നമ്മള് എടുത്തത് ഇല്ലെങ്കിലും നടക്കണില്ല. എത്രങ്ങാനും സന്ദർഭം സ്കൂട്ടി എടുത്ത് പോണ വീഡിയോ, അതേപോലെ ഒരു സൗണ്ട് ഒന്നുമില്ലല്ലോ, ഒന്നും കിട്ടണില്ല. ലോങ് ഷോട്ട് ആയതുകൊണ്ട്. മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്തുനിന്ന് ക്യാമറ വെച്ചാൽ സൗണ്ട്. അതൊക്കെ നമ്മളെ വീഡിയോ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ അത്രയും ബുദ്ധിമുട്ടിക്കും. 2-3 മണിക്കൂറിന് മേലെ കഴിക്കും. അത്രയും ഞാനൊക്കെ സ്കൂട്ടി ഇല്ല കേട്ടോ. ഇവിടെ കള്ളന്മാരൊക്കെ ഇവന്റെ അടുത്ത് കൊടുത്താ അപ്പൊ സേഫ് അല്ല. അപ്പൊ 2 വാക്ക്. അപ്പൊ ശരി, ഞങ്ങളെ വീഡിയോ ഞങ്ങളുണ്ടല്ലോ ഈ ഒരു വിഷു വീഡിയോ ഞങ്ങൾ ഇവിടെ കൊറേ പടക്കങ്ങളൊക്കെ ഫതിലോന് വാങ്ങി വെച്ചിക്കണേ. ഇഷ്ടം പോലെ നാളെ. അപ്പൊ പടക്കവും വിഷു സ്പെഷ്യൽ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരാം ഇൻഷാല്ലാ. ഓക്കെ ബൈ ബൈ. എന്നാ ഇത് ഓഫാക്കണ്ട, ഓഫാക്കിയാൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറയും. അതുവരേക്കും ഗായ്സ് സ്റ്റേ ട്യൂൺ. ബൈ ബൈ.